ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനും തകർക്കുവാനുമായി പ്രതിപക്ഷം ഉപയോഗിച്ച ചില കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷം വ്യാപകമായി പ്രചരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് അക്ഷരം തെറ്റാതെ ഇപ്പോൾ അമേരിക്കയിലും അത് പ്രചരിപ്പിക്കുന്നു. അതിനർത്ഥം ഇതൊരു വലിയ ടൂൾ കിറ്റാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല ഭരണങ്ങളും തകിടം മറിക്കാനുള്ള ടൂൾ കിറ്റാണ് എന്ന് തന്നെ നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം കമലാ ഹാരിസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ട്രംപ് ജയിച്ചാൽ അതോടുകൂടി ഭരണഘടന ഇല്ലാതാകും, രാജ്യം തന്നെ ഇല്ലാതാകും. ഇത് നിങ്ങളുടെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വിജയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ട്രംപ് ജയിച്ചാൽ എല്ലാം ഇല്ലാതാകും. ഇതിന് സമാനമായി ഇത് തന്നെ ഒരു വാക്കോ വരിയോ പോലും വ്യത്യാസമല്ല. ഇന്ത്യയിൽ പറഞ്ഞത് മോദി വീണ്ടും അധികാരത്തിൽ വന്ന ഭരണഘടന ഇല്ലാതാകും, ഭരണഘടന സസ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ക്യാമ്പയിനായിരുന്നു ഇന്ത്യയിൽ നടന്നത്. അതോടൊപ്പം തന്നെ മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംവരണം ഇല്ലാതാക്കും, രാജ്യം തകർന്നു പോകും, അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, മോദിക്കെതിരെ വോട്ട് ചെയ്യണം. സമാനമായ, അതിൽ ഒരു വരിയോ അക്ഷരം പോലും തെറ്റാതെ സമാനമായ ടൂൾ കിറ്റ് ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി തന്നെ ഉപയോഗിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്: ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് വീണ്ടും സജീവമായി തന്നെ ട്രംപിനെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും സജീവമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.